ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ അമ്മയോട് കൃപാസന മാതാവിനോട് ഞാൻ അന്നേ പറഞ്ഞു എന്നെ ഒരു സാക്ഷിയായിട്ട് ഉയർത്തണം ഇവിടെ. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം 1 മാസം കഴിഞ്ഞു, A1 എക്സാം കഴിഞ്ഞു, ഞാൻ പാസ്സായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എങ്ങനെയാവും പാസ്സായിരുന്നു. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു മാതാവ് എന്നെ പാസ്സാക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു, ആരൊക്കെ പോയില്ലെങ്കിലും ഞാൻ ജർമ്മനിയിൽ പോയിരിക്കും, എന്നെ മാതാവ് കൊണ്ടാകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 9 മാസം കൊണ്ട് A1, A2, B1 ഞാൻ എഴുതി പാസ്സായി. എക്സാം എഴുതുന്ന സമയത്ത് അമ്മയിൽ നിന്ന് ഉപ്പൊക്കെ വാങ്ങി കാശ് രൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്കൊന്നും അറിയത്തില്ല, എല്ലാവരും പറയുന്ന അമ്മയ്ക്കറിയാലോ, എനിക്കൊന്നും അറിയത്തില്ല, മാതാവ് നോക്കിക്കോണം. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ നോട്ട് വിത്ത് യു മെറിറ്റ് വിത്ത് യു ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ വിശ്വസിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ എക്സാം എഴുതി, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങി. എനിക്ക് ക്വസ്റ്റ്യൻ പോലും വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു,